എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നലെ ഞങ്ങൾ പയ്യാമ്പലം ബീച്ചിൽ വെച്ചിട്ടാണ് നോമ്പ് മുറിച്ചിട്ടുണ്ടായിരുന്നത്. തലേന്ന് എൻ്റെ തലയിലുദിച്ച ബുദ്ധിയാണ് പയ്യാമ്പലം ബീച്ചിൽ വെച്ച് നോമ്പ് മുറിക്കുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് ഡ്രിങ്ക്സും കടികളും ടൗണിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. കണ്ണൂരിൻ്റെ സ്വന്തം കണ്ണൂർ കോക്ടെയിലും കടി ഷെയ്ക്കുമാണ് ഞങ്ങൾ കുടിക്കാനായിട്ട് മേടിച്ചത്. ഇറാനി പോള, കായ് പോള, ചിക്കൻ പോള, അതുപോലെ തന്നെ പപ്സ്, ചിക്കൻ റോളൊക്കെയാണ് കടികളായിട്ടുണ്ടായിരുന്നത്. ബാങ്ക് കൊടുത്തപ്പോൾ കാരക്കയും വെള്ളവും ഉപയോഗിച്ചിട്ട് ഞങ്ങൾ നോമ്പ് മുറിച്ചു. പിന്നെ ഈ സ്നാക്സും അതുപോലെ തന്നെ ഷെയ്ക്കും ഒക്കെ കുടിച്ചു. കയ്യിലുണ്ടായിരുന്ന പേരക്കയായിരുന്നു ആകെ ഒരു ഫ്രൂട്ട്സ് ആയിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫ്രൂട്ട്സ് എടുക്കാൻ ഞങ്ങൾ ശരിക്കും മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു നോമ്പ് മുറിക്ക് വേണ്ടി മാത്രം ടൗണിൽ നിന്ന് ഫ്രൂട്ട്സ് മേടിക്കേണ്ട എന്നുള്ളത് എൻ്റെ തീരുമാനമായിരുന്നു. പിന്നെ മുന്നിൽ വിശാലമായ ബീച്ചല്ലേ. നോമ്പ് തുറന്നപ്പോൾ ഞങ്ങൾ ബീച്ചിലിറങ്ങി. അതിനുശേഷം പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചിട്ട് ഞങ്ങൾ സ്റ്റൈൽ യൂണിയനിൽ പോയി. എനിക്ക് കുറച്ച് ഈദ് ഷോപ്പിങ്സ് നടത്താനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ പോയിട്ടുണ്ടായിരുന്നത്. പോയ സമയത്ത് ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായി. ഒരാഴ്ച മുന്നാണ് ഈ ഷോപ്പ് തുറന്നിട്ടുണ്ടായിരുന്നത്. കണ്ണൂർ സുഡിയോയുടെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഷോപ്പ് വരുന്നത്. അതിനുശേഷം ഞങ്ങൾ സുഡിയോയിൽ പോയി. ആഷിക്കിനൊരു പാൻറ്റ് മേടിക്കാനുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ സുഡിയോയിൽ പോയി. ആസ് യൂഷ്വൽ സുഡിയോയിൽ നല്ല തിരക്കായിരുന്നു. അവിടെ നല്ല ജ്വല്ലറി കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ചെരുപ്പ് മേടിക്കാൻ പോയി. എനിക്ക് പുതിയതൊരെണ്ണം മേടിക്കണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ പോയത് കണ്ണൂർ സിറ്റിയിലേക്കാണ്. കണ്ണൂർ സിറ്റി എന്താണെന്നുള്ളത് കണ്ണൂരിലുള്ള ആൾക്കാരോട് പ്രത്യേകം പറയേണ്ട കാര്യമല്ല. എന്നാൽ പുറത്തുള്ളവരറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് റംസാൻ കാലത്ത് മാത്രം തുറക്കുന്ന കുറേ സ്റ്റാളുകളുള്ളൊരു സ്ഥലമാണ് കണ്ണൂർ സിറ്റി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് കിട്ടും. ഇത് ആബിദിൻ്റെ കട. കണ്ണൂർ ഏറ്റവും നല്ല കച്ച് കിട്ടുന്നത് ഇവിടെയാണ്. ഞങ്ങൾ ചിക്കൻ മുഗളായിയും ചിക്കൻ കബാബും റുമാലി റൊട്ടിയും പൊറോട്ടയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായി. അതിനുശേഷം ഐസ് ചുരണ്ടിയും കഴിച്ചു. പൊതുവേ ഈ ഒരു കാലത്ത് ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. എനിക്ക് പൊതുവേ ഈ റിങ് ഐറ്റംസിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ മുന്നിൽ കണ്ടപ്പോൾ അതിന്ന് ഒരു 2 എണ്ണം മേടിച്ചു. അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലേ, അതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. പോകുന്ന വഴിക്ക് ആഷിക പറയുന്നുണ്ടായിരുന്നു എന്തെങ്കിലും കുടിക്കണം എന്നുള്ളത്. വഴിക്കുന്ന് ഞങ്ങൾ സോഡാ സർബത്തും ബ്ലാക്ക് കറൻറ്റ് മൊജിറ്റോയും കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ബായ്.